നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് സൂപ്പർ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആദ്യ വിജയം തേടി റയൽ മാഡ്രിഡ് ഇറങ്ങുന്നു. അതുപോലെ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഇറങ്ങുന്നുണ്ട്. ഇറ്റാലിയൻ ടീമായിട്ടുള്ള യുവൻറ്റസ് ഇറങ്ങുന്നുണ്ട്. ഏഷ്യൻ ക്ലബ്ബുകൾ അൽ ഹിലാലും അലൈൻ എഫ് സിയും ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ മികച്ച പോരാട്ടങ്ങളുടെ ഒരു ദിവസമാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 വെയ്ഡ ഡേസിക്കെതിരെ യുവൻറ്റസ് കളിക്കുന്നത്. യുവൻറ്റസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കളി വിജയിച്ച് 3 പോയിന്റ് ഉണ്ട്. പക്ഷേ അതേ ഗ്രൂപ്പിൽ തന്നെ സിറ്റിക്കും 3 പോയിന്റ് ഉണ്ട്. കാലിടറാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ന് യുവൻറ്റസിനെ തൃപ്തിപ്പെടുത്തില്ല. അത് കഴിഞ്ഞ് രാത്രി 12:30 റയൽ മാഡ്രിഡിൻ്റെ മത്സരം പച്ചൂക്കെതിരെ. മെക്സിക്കൻ ക്ലബ്ബായ പച്ചൂക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ സാബി അലോൺസോയുടെ കീഴിലെ ആദ്യ വിജയമാണ് റയൽ മാഡ്രിഡ് ലക്ഷ്യമിടുന്നത്. ആദ്യ കളിയിൽ അവർ അൽ ഹിലാൽ ശരിക്കും ഞെട്ടിച്ചു, സമനിലയിൽ കുരുങ്ങി. ഈ കളി വിജയിക്കേണ്ടതുണ്ട്. രാത്രി 12:30 ആ മത്സരം. അത് കഴിഞ്ഞ് 3:30 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 റെഡ് ബുൾ സാൽസ്ബർഗിനെതിരെ അൽ ഹിലാൽ കളിക്കുന്നത്. അൽ ഹിലാലാണ് ഈ കളിയിലെ ഫേവറിറ്റ്സ് എന്നും ഞങ്ങളിതിൽ അണ്ടർഡോഗ്സ് ആണെന്നും ഒക്കെ RB സാൽസ്ബർഗിൻ്റെ കോച്ച് പറയുന്നുണ്ട്. എന്തായാലും സിമോൺ ഇൻസാഗിയുടെ ടീമിന് ഈ കളി വിജയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത റൗണ്ട് എന്ന സ്വപ്നം കൂടുതൽ സജീവമായിട്ട് ജ്വലിപ്പിച്ച് നിർത്താൻ പറ്റും. പിന്നെ പുലർച്ചെ 6:30 മാഞ്ചസ്റ്റർ സിറ്റി അലൈൻ എഫ് സിയുമായിട്ട് കളിക്കുന്നത്. ആ ഗ്രൂപ്പിൽ യുവൻറ്റസിനും സിറ്റിക്കും ആദ്യ മത്സരങ്ങൾ വിജയിച്ചതിൽ 3 പോയിന്റ് ഉണ്ട്. സോ കാലിടറാതിരിക്കുക, വിജയിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും കളിക്കാൻ ഇറങ്ങുന്നു. അപ്പോൾ ഇന്ന് മികച്ച പോരാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.